ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NF ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ ക്രീം 7 ആണ് ഗൈസ് ഇന്ന് കളിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ മൈക്കിനെ തന്നെയാണ് ഗൈസ് ആദ്യം കാണിക്കുന്നത്. ഇതൊരു കട്ട് സീനാണ്. എങ്ങനെ ഏത് പൈപ്പ് വഴിയാണ് ഗൈസ് പോയെന്നൊക്കെ പറ്റി ചോദിക്കുകയാണ്. കാരണം മൈക്കിൻ്റെ ഗേൾ ഫ്രണ്ട് ആണല്ലോ ഗൈസ് നമ്മുടെ ലിസ്. അതിനെ പറ്റിയാണ്. ചാർലി ഇവിടെ ഒന്നും അറിയാത്തവരെ ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയ പറഞ്ഞിട്ടുണ്ട് ജീവനോടുണ്ടോ മരിച്ചെന്ന് അറിയത്തില്ല എന്ന്. അത് കേട്ടപ്പോൾ ചാർലി കുറച്ച് സങ്കടമായി. മയക്കെല്ലാം അടിച്ച് പൊട്ടിക്കുകയാണ് കേട്ടോ. എല്ലാം പോയി ഗൈസ്. ഇപ്പം എന്താണ് നടന്നതെന്ന് മനസ്സിലായ? എനിക്കും ആദ്യം മനസ്സിലായില്ല, ഇപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ എല്ലാം അടിച്ച് പൊട്ടിക്കുന്ന സമയത്ത് എന്തിലുമൊക്കെ തട്ടി നമ്മുടെ ആ പൈപ്പിൻ്റെ ലിഡ് ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മൈക്ക് പോവുകയാണ് ഗൈസ്. മൈക്ക് പറഞ്ഞിട്ടുണ്ട് മൈക്ക് പോയി ലിസിനെ രക്ഷിക്കാമെന്ന്. മൈക്ക് അകത്തോട്ട് ഇറങ്ങുമ്പോൾ ആ ലിഡ് അടയ്ക്കണമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ജെ അത് അടച്ചിട്ടുണ്ട്. നമ്മുടെ ലിസ് ജീവനോടുണ്ട് കേട്ടോ, ഒന്നും പറ്റിയിട്ടില്ല. ഓക്കെ, അവള് തന്നെ ഇവിടെ നിന്ന് എന്തൊക്കെയൊക്കെ ചെയ്യണമെന്ന് പറയാണ് ഗൈസ്. ഓക്കെ, ഇവിടെ നമ്മൾ എസ്കേപ്പ് ആവണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഷീപ്പ് ഇതെന്താണ്? ഓക്കെ, സ്പിയർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങാണ് നമുക്ക് വെക്കേണ്ടത്. ഇതൊരു ബസ്സിലാണ് ഗീസ്, ഒരു ചെറിയൊരു ബസ്സിലാണ്. നമുക്ക് പിന്നെ ഇതെല്ലാം സിമ്പിളാണ് ഗീസ്. നമ്മൾ ഇതിൻ്റെ അകത്ത് വെക്കണം ഗീസ്. എന്തോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഗീസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ക്യൂബും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതെടുത്തിട്ടുണ്ട് നമ്മൾ. നമുക്ക് നമ്മുടെ ഐസ്ക്രീം എൻ്റെ തലക്കിട്ടൊന്ന് കൊടുക്കാം ഗീസ്. ഇതെന്താണ്? മൃഗശാല ഗീസ്. എന്താണത്? എന്തോ അവിടെ കിടക്കട്ടെ ഗീസ്. നമുക്ക് ഐസ്ക്രീം മാറ്റണമെങ്കിൽ തലക്കൊന്ന് കൊടുക്കാം. ഇവിടെയാണല്ലേ ഗീസ് നേരത്തെ മറ്റേ നിന്നത്. ഇതെന്താണ്? ബ്രെയിനിനെ ജാർ. ആരാടാ ബ്രെയിനൊക്കെ കൊണ്ട് ജാറിലിട്ട് വെച്ചിരിക്കുന്ന? ഫ്യൂസ് ബോക്സ് നമുക്ക് എത്തുന്നില്ല ഗീസ്. അതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് ആയിട്ടുള്ള എന്തെങ്കിലും വേണം ഗീസ്. മിക്കവാറും നമ്മുടെ മൈക്കിൻ്റെ ഇലക്ട്രിക് ഗണ്ണായിരിക്കും ഗീസ് ഇവിടെ ആവശ്യമുള്ളത്. ഓക്കെ, ഡ്രോയറിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ആർക്കും വേണോ ഉപ്പിലിട്ട നമ്മുടെ സൂപ്പർ ഉപ്പിലിട്ട ബ്രെയിനാണ് ഗീസ്. ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, ഹാംസ്റ്റർ എന്താണത്? ഇവിടെ ഒരു ഹാംസ്റ്റർ ഒക്കെ ഉണ്ട് ഗീസ്. ഇവിടെ പ്രത്യേകിച്ച് ഡ്രോയറിൻ്റെ അകത്തൊന്നും ഇല്ല ഗീസ്. ഇമാർക്ക് എന്തെങ്കിലുമൊക്കെ വച്ചുവിടും ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് പോകണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ആദ്യം കണ്ടുപിടിക്കണം. എന്താണ്? കീ കാർഡ്, കീ റീഡർ. ഓക്കെ, റോഡിന് വേണ്ടി എഴുതിയിട്ടുള്ളതാണ് ഗീസ്. അത് സ്റ്റോറേജ് റൂം. ടൗണിലുള്ള സ്റ്റോറേജ് റൂമിൽ കീ കാർഡ് ഇരിപ്പുണ്ട് ഗീസ്. അത് റോഡിന് എഴുതിയാണ് ഗീസ്. മിക്കവാറും റോഡ് നമ്മുടെ മിനിമം എഴുതിയായിരിക്കും. ഓക്കെ, നമ്മുടെ മൈക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗീസ്. ഒരു കുറേ ദൂരത്തൊന്നും അല്ല ഗീസ്, ഒരു ഗ്ലാസിൻ്റെ ദൂരമാണ്. നമ്മുടെ ലിസ് ഹാപ്പി ആയിട്ടുണ്ട് ഗീസ്. കൂടെ ഇപ്പോൾ ഒരാൾ കൂടെ വന്ന് വീണിട്ടുണ്ടല്ലോ. ഓക്കെ, ലിസ് ഇങ്ങനെ സെൻറ്റി അടിക്കുകയാണ് ഗീസ്. കുറച്ച് നേരമായിട്ടുള്ള, പക്ഷേ 1000 വർഷങ്ങളായതുപോലെ തോന്നുന്നു ഗീസ്. ഓക്കെ, നമുക്ക് ജെയും ഇപ്പോൾ ഇവിടെ ഉണ്ട് ഗീസ്. മുമ്പൊക്കെ 2 പേരായിരുന്നു കമ്മ്യൂണിക്കേഷൻ. ഇപ്പം ഏറെക്കുറെ ഒരു 4 പേരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആവുന്നുണ്ട്. കാര്യങ്ങളെല്ലാം നമ്മൾ ജെയിനോട് പറയുന്നുണ്ട്. ഈ കാർഡിനെ പറ്റിയെല്ലാം. റോഡ് ആ നേരം തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തൊരു സാധനം ചാർലിയുടെ തലയ്ക്ക് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാർലി പോവുകയാണ്. ഈ എന്താവുമെന്ന് ആർക്കറിയാം. ഓക്കെ, നമ്മുടെ അണ്ണൻ പോയിട്ടുണ്ട്. ഈ വണ്ടി കയറിയിട്ടുണ്ട്. ചാർലി വണ്ടി കയറിയിട്ടില്ല. ബാഗ് നേടുന്നു. അണ്ണ അങ്ങോട്ട് പോവും. ഇവ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. ഇപ്പൊ വണ്ടി കയറി കാണും. വന്നിട്ടുണ്ട് കേട്ടോ.
ഐസ്ക്രീം 1 2 നമ്മളിങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അവിടെ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ്. നമ്മൾ കളിക്കണം ഗൈസ്, എല്ലാം നമ്മൾ തന്നെ കളിക്കണ്ട ഗൈസ്, അത് കുറച്ച് പാടാണ്. ഓക്കെ ഗൈസ്, ഇവിടെ നമുക്കൊരു കീ കിട്ടിയിട്ടുണ്ട്, സിയാൻ കീ. നമുക്ക് ശരിക്കും 3 കീ കണ്ടുപിടിക്കണം ഗൈസ്. സിയാൻ കീ, യെല്ലോ കീ, മജന്ത കീ. മജന്ത കീ നമുക്ക് കിട്ടാനൊരു പരിപാടിയുണ്ട്. ഇതെന്താണ്? ബ്ലൂ പ്രിൻറ്റ്. ഓക്കെ, ഇതാണ് റോഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ ഗൈസ്, ഇതാണ് അപ്പോൾ റോഡിൻ്റെ വണ്ടിയിലോട്ട് ഉണ്ടാക്കുന്നത്. എവിടെ പോയാലും റോഡ് വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഗൈസ്. പൂൾ ബോൾ ഇവിടെ ഗൈസ്, ഈ കമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ പേര് പൂൾ ക്യൂ എന്നാണ്, ക്യൂ. ഓക്കെ, നമുക്കിതും കൊണ്ട് നമുക്ക് നേരെ നമ്മുടെ സ്റ്റാളിലോട്ട് പോകണം. അവിടെയാണ് ഗൈസ് നമുക്ക് ഈ ഒരു സ്റ്റിക്കിൻ്റെ ആവശ്യമുള്ളത്. പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്കൊരു ഹൈഡ്രോളിക് ജാക്കും എടുക്കണം. ഓക്കെ, അതെടുത്തുകൊണ്ട് ഇവിടെ നമ്മൾ പാർട്ട് 2 നമ്മൾ ഗോകാർട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗോകാർട്ടിൻ്റെ അടിയിലാണ് നമ്മുടെ എല്ലാം ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പിന്നെ ഗെയിമല്ലേ ഗൈസ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അതിന് ഓരോ പസിലൊക്കെ ഉള്ളത്. ഓക്കെ, നമുക്കപ്പോൾ ഇതും കൊണ്ട് നേരെ പോയി നമ്മുടെ മജന്ത കീ എടുത്തിട്ട് വരാം. ഇവിടെയാണ് ഉള്ളത്. താഴോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കത് എടുത്തുകൊണ്ട് നമ്മുടെ വണ്ടിയിലകത്തിടാം. ഓക്കെ, ഞാൻ അതുകൊണ്ട് വണ്ടിയിലകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഹൈഡ്രോളിക് ജാക്കും കൂടെ വേണം. എന്താണ് സ്പീക്കറാ? ഹൈഡ്രോളിക് ജാക്കിനൊക്കെ ഓക്കെ, ഈ സ്പീക്കറൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ വരുന്ന പോലെയാണ് അത് ആവുന്നത്. നമുക്ക് നേരെ നമ്മുടെ പാർക്കിങ്ങിലോട്ട് പിന്നെ തിരിച്ചു പോകാം. നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിവിടെ വച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് പൊക്കണം. ഓക്കെ, നമ്മുടെ എണ്ണൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് റോസ്റ്റാക്കി ആണുള്ള ഐസ്ക്രീം ലഭിച്ചിട്ടില്ല. അതൊക്കെ ചെറുക്കാനാണ് താന്തേക്കാൾ നോക്കും. ഓക്കെ, നമ്മളിതും കൂടെ വച്ചാൽ അയ്യോ, നമുക്ക് പിന്നെ നമ്മുടെ മജന്താക്കി വേണം ഗൈസ്, അതും കൂടെ പോയി എടുത്തിട്ട് വരാം. ഓക്കെ, നമ്മുടെ ഇതും കൂടെ വെച്ചിട്ടുണ്ട്, മജന്താക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ നൺസിൻ്റെ സ്കൂളിൽ നമ്മുടെ സിസ്റ്റർ മാഡലിന് പ്രഗ്നൻ്റ് ആയ എങ്ങനെയെന്നും, കാരണം നമ്മുടെ സിസ്റ്റർ മാഡലിൻ, അതായത് ഇവൾ നണ്ണിൻ്റെ മോനാണ് ഈ റോഡ് നല്ല ഹെൽത്തി ആയൊരു കുട്ടിയായിരുന്നു. ഓക്കെ, എങ്ങനെ കിട്ടിയെന്നൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ റോഡിന് സ്വർഗത്തിൽ നിന്ന് കിട്ടിയാണെന്നാണ് പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് കിട്ടിയ സാധനമാണ് പാവം കുട്ടികളൊക്കെ കൊന്നു കളയണത്. കൊന്നുകളയില്ല ഗൈസ്, ഐസ്ക്രീമിൻ്റെ കൂടെ ചേർത്ത് അടിക്കുകയുള്ളൂ. അതായത് ഐസ്ക്രീമിൻ്റെ കൂടെ ചേർത്ത് അങ്ങ് തിന്നും, അത്രേ ഉള്ളൂ. കണ്ടോ, നമുക്ക് ഈ കീ കാർഡ് കൊണ്ട് നമുക്ക് നേരെ നമ്മുടെ ഫാക്ടറിയിലോട്ട് പോവാം. നമുക്ക് ഇതൊന്ന് കയറി പോകാം. ഈ സിമ്പിൻ്റെ മുകളിലോട്ടൊക്കെ പോകാൻ പറ്റും, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ ഫാക്ടറിയിലോട്ട് നേരെ പോവാം. ഫ്രോസ്റ്റി ഐസ്ക്രീം ഫാക്ടറിയിലോട്ട് എത്തിയിട്ടുണ്ട്. റോഡ് ഒരു കലാകാരൻ തന്നെ. ഓക്കെ, നമ്മൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഫാക്ടറിയിലോട്ട് പോവുകയാണ്. നമ്മുടെ ചാർലി എൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് തുറക്കാൻ പറയാണ് ജയിനോട് തുറക്കാൻ പറയാണ്. ഇതകത്തോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ഈ വള്ളി കഴിഞ്ഞപ്പോൾ അടുത്ത വള്ളി പിടിക്കാൻ പോയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആ കൂട്ടത്തിലുള്ള വള്ളി കളി. ഓക്കെ, ചാർലി പറഞ്ഞിട്ടുണ്ട് ഇതൊരു ലക്കിയസ്റ്റ് ഡേ ആണെന്ന്. കാണാം. ഓക്കെ, നമുക്ക് നമ്മുടെ കീ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്നാണ് നമ്മൾ പറയുന്നത്. ബൈക്കിൻ്റെ ഡോറൊക്കെ തുറന്ന് നടക്കുകയാണ് ചോദിച്ചാൽ അവിടുത്തെ. ഓക്കെ, ലബോറട്ടറി ജോയിൻറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. ഞാൻ ഇവിടെ ഒരു ബ്രെയിനിൻ്റെ ജാർ കൊണ്ടുവന്നല്ലോ. അതൊക്കെ നമുക്കിവിടെ ആവശ്യമുള്ള സാധനമായിരിക്കും ഗൈസ്, അതുകൊണ്ടല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ കൊണ്ട് നമുക്ക് എടുക്കാം, അത് തുറക്കാം.
അടുത്ത ആളങ്ങനെ വരുന്നുണ്ട്. അയ്യോ പോടാ, ഇവപ്പോ എവിടെ നിന്ന്? ആ മ്യൂസിക് പ്ലേ ആയപ്പോഴേ എനിക്ക് തോന്നി ഇവന്താണ് ഇങ്ങോട്ട്. സൗണ്ട് കേട്ടിട്ട് തന്നെയാണ് തോന്നുന്നത്. മൈക്കേ എന്നെ ഇപ്പം ഇങ്ങനെ പിടിച്ചെങ്കിൽ നീ വെക്കോടാ. ഇതിന് പ്രത്യേകിച്ച് അവിടെ പോയി ഒരു പണിയില്ല ഗീസ്. ഈ ഗണ്ണ് നമുക്ക് റിപ്പയർ ചെയ്യണം ഗീസ്. ഡാമേജ്ഡ് ഗണ്ണെന്നാണ് പറയുന്നത്. ഇവിടെ എവിടെയും ഒരു വർക്ക് ബെഞ്ചുണ്ട്. അവിടെ നമുക്കൊരു കണ്ടക്റ്റീവ് ഫ്ലൂയിഡും വേണം, പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റിക്കി ഗമ്മും വേണമെന്നാണ് പറയുന്നത്. അത് നമ്മുടെ പബ്ലിക്കാണ് ഗീസ്. നാൾ മുമ്പത്തെ ഏതോ ഐസ്ക്രീം 4 നമുക്ക് ഉപകാരം ഉണ്ടായിരുന്നു ഗീസ്. ഓക്കെ, ഇവിടെയാണോ വർക്ക് ബെഞ്ച്? ഗീസ് ഇതാണ് നമുക്ക് ഈ ബാക്കിൽ കാണുന്ന സ്ഥലമാണ് ഗീസ് നമുക്ക് പോകാനുള്ളത്. മൈക്കിന് ഈ ഒരു ഡോറ് കടന്നാൽ മതി അങ്ങ് പോവാൻ. ലിസിന് അങ്ങനെ തന്നെ ഗീസ്, കുറേയൊന്നുമില്ല. ഇവിടുത്തെ ഓയിലൊക്കെ നമുക്ക് ഇത്ര ആവശ്യമുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയാണ് അതാണ് വർക്ക് ബെഞ്ച്. ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയടാ. മിക്കവാറും ഇപ്പം ഇങ്ങോട്ട് വരും റോഡ്. വലിയ പ്രശ്നമായല്ലോ. ഓക്കെ, നമുക്കിവിടെ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഇറങ്ങാം. നമ്മളിപ്പോൾ പറയാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ലിസിൻ്റെ പണി കൊടുക്കുക ഗൈസ്. പണി കൊടുക്കുന്ന മീൻസ് അവൾക്ക് നെക്സ്റ്റ് ടാസ്ക് കൊടുക്കുക എന്നാണ് ഗൈസ്. അല്ലാതെ കൊലക്കി കൊടുക്കാന്നല്ല. ഇവിടെ ആരും ഇല്ലല്ലോ. ഈ ഡോറ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം ഗൈസ്. ഈ വെൻറ്റ് നമുക്ക് തുറന്നിടാം. ഇവിടെ ഇതുവഴി നമുക്കൊരു ഹാംസ്റ്ററിനെ കടത്തി വിടണം. എന്നാ വാതിൽ തുറന്നു തന്നിട്ടുണ്ട്. യെസ് ഓൾ. ഓ അതെന്താണ് ഇങ്ങോട്ട് വരണം? അവൻ ഇങ്ങോട്ട് വരണ്ട. പോയി. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ നോക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയിട്ട് ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ സൂപ്പർ സ്റ്റിക്കി ഗം കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിന്നെ അവിടെ നടത്താൾ ഗൈസ്. അപ്പോൾ നമുക്ക് വേറൊരു സാധനം കൂടെ നമുക്ക് ഇവിടെ നിന്ന് തപ്പിയെടുക്കാറുണ്ട് ഗൈസ്. നമുക്ക് ഈ റൂമിലോട്ട് കയറാം. നമുക്ക് കുറച്ച് സാധനം ഇവിടെ നിന്ന് എല്ലാം എടുക്കാറുണ്ട് ഗൈസ്. ഇവിടെ ഇത് നമ്മൾ തുറന്നിട്ടിട്ടുണ്ട് ഗൈസ്. എനിക്ക് നമുക്ക് റോഡ് വരുമ്പോഴേ എല്ലാവിടെയും അങ്ങ് കറങ്ങി ഓടി രക്ഷപ്പെടാം ഗൈസ്. ഓക്കെ, ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഈ ഒരു സൂപ്പർ സ്റ്റിക്കി ഗമ്മ് നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. കീ കാർഡ് നമ്മൾ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ മൈക്കിനോട്ട് കൊടുക്കാം. മൈക്കിനോട്ട് കൊടുക്കാം. എവിടെ മൈക്ക്? നിനക്ക് ആവശ്യമുള്ള ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മൈക്ക് ഈ ഐസ്ക്രീം കൂടുതൽ ലിസിൻ്റെ അടുത്താണ് ഗൈസ് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. ചിലപ്പോൾ ലിസിനെ പിടിക്കാൻ ഭയങ്കര സിമ്പിളായിരിക്കും. മുടിയാനായിട്ട് അവിടെ വന്ന് നിൽക്കുന്നു. നമുക്ക് നമ്മുടെ കാർഡ് അവിടെ കീ കാർഡ് എവിടെയാടാ? ഇവിടെയാണ് ഗൈസ് നമ്മുടെ കീ കാർഡ്. ഇപ്പോൾ ലെവൽ 1 ആണ് ഗൈസ്. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് അപ്ഗ്രേഡ് പാനൽ, അപ്ഡേറ്റ് പാനൽ. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇവിടെ 2 ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് മൈക്കിനോട് ഇതുകൊണ്ട് കൊടുക്കാം. എല്ലാ സാധനവും മൈക്കിന് ആവശ്യമുള്ള സാധനമാണ് ഗൈസ്. ലിസിൻ്റെ ഇവിടെ നിന്ന് എടുക്കുന്ന എല്ലാ സാധനവും മൈക്കിനുള്ളതാണ്. 2 സാധനം കഴിച്ച് ഇവിടെ നിന്ന് എടുക്കുന്ന സാധനമെല്ലാം മൈക്കിന് കൊടുക്കണം. മൈക്കിൻ്റെ അവിടെ നിന്ന് എടുക്കുന്ന സാധനമെല്ലാം ഇങ്ങോട്ട് വെക്കണം. നമുക്കിപ്പോൾ പറയണത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇങ്ങോട്ട് വയ്ക്കാം. മൈക്കേ ഇതെടുത്തിട്ട് വയ്ക്കോ. എടാ, ഇത് നമുക്ക് രണ്ടും കൂടെ ഒറ്റയടിക്ക് നമുക്ക് 2 അവിടെ ഇടാൻ പറ്റില്ല ഗീസ്. അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗീസ്. നല്ലൊരു ഇതാണ് ഗീസ് ഇത്. ഈ ഗണ്ണ് കൊണ്ട് നമ്മൾ അങ്ങ് വെച്ചില്ലല്ലോ. കുഴപ്പമില്ല, ഇത് ഇവിടെ കിടക്കട്ടെ. നമ്മുടെ ക്യാൻഡിയും ഇവിടെ ഇടാം. എവിടെ എൻ്റെ കീ കാർഡ് നമുക്ക് വേണം ഗൈസ്. നമുക്കപ്പം ബ്രെയിനിന് ജാർ, ഉപ്പിലിട്ട ബ്രെയിന് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇതെല്ലാം നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടിടാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഈ കീ കാർഡും കൊടുക്കാം. ഇതിൽ നമുക്ക് സ്വന്തമായിട്ടൊരു റോബോട്ടിനൊക്കെ എടുക്കാറുണ്ട് ഗൈസ്. നമുക്ക് മൈക്കിന് എസ്കേപ്പ് ആവണമെങ്കിൽ സ്വന്തമായിട്ടൊരു റോബോട്ടൊക്കെ വേണം. അതിനാണ് ഗൈസ് ഈ ഉപ്പിലിട്ട ബ്രെയിനൊക്കെ ഉള്ളത്. ഈ കീ കാർഡ് ഇവിടെ വയ്ക്കാം.
എന്നിട്ട് മൈക്കാവാം, എന്നിട്ട് ആ കീ കാർഡ് എടുക്കാം. ഈ കീ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ റോബോട്ട് ഇരിക്കുന്ന റൂം നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. അതും ലെവൽ 2 തന്നെ വേണം ഗൈസ്, 1 പോരാ. ഓക്കെ, വീഡിയോ നല്ല ലെങ്തി ആയിരിക്കും ഗൈസ്, മാക്സിമം ചെറുതാക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, മുടിയാനായിട്ട് എല്ലാം അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ നടക്കണം അവന്മാർക്ക്. ഓക്കെ, ഇവിടെയാണ് ഗൈസ് നമ്മുടെ റീഡർ ഉള്ളത്. ഓക്കെ, ഇതെന്താണ്? മെമ്മറീസ്. I don't remember it clearly. This pink dress is the only thing I have ഡ്രസ്സാണ് ഗൈസ് കാണിക്കുന്നത്. that previous life. You are my beautiful baby. നമ്മുടെ You are a beautiful girl. റോഡിലെ അമ്മ എൽസ എന്നാണ് വിളിക്കുന്നത്. Elisa. ബ്യൂട്ടിഫുൾ ഗേൾ. ഓക്കെ, I ബേസിക്കലി remember a lot of tall women dressed in black. കുഞ്ഞിനെയാണ് കിട്ടിയത്. Very large room and റോഡ് all പറയാണ് in pink. ഈ ഒരു വലിയ പെണ്ണുങ്ങള് ബ്ലാക്ക് ഡ്രസ്സില് പിങ്ക് റൂമില് അങ്ങനെയൊക്കെ പറയാണ്. That beautiful woman? ബ്യൂട്ടിഫുൾ വുമൺ. Or is it ബ്യൂട്ടിഫുൾ something വുമന്റെ else? വാക്ക് Some kind of monster with ugly teeth and a pale പല്ലൊക്കെ face. വലുതായി, മുഖമൊക്കെ വികൃതമായി. ഓക്കെ ഓക്കെ, ഇവളിനൺ ചിരിക്കുകയാണ്. അത് നമ്മുടെ ഇവളിനാണോ എന്ന് അറിയത്തില്ല, ഒരു നണ്ണ് ചിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഗൈസ് നമുക്ക് ആ റോബോട്ട്, നമുക്ക് സ്വന്തമാക്കാണ്ട റോബോട്ട്. ഓക്കെ, ഇതെൻ്റെ നമുക്ക് തുറന്നിടാം. വയ്യ ഗൈസ്, ഉണ്ടാക്കാൻ വയ്യ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും നേരം കണ്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഗൈസ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മൾ മൊത്തം നോക്കണം ഗൈസ്. നമുക്ക് അടുത്തൊരു സാധനം കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് അങ്ങ് ബാക്കി സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ബ്രെയിനിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ റോബോട്ടിൻ്റെ തലയ്ക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തൊരു സാധനം പോയി എടുത്തിട്ട് വരാം. ഓക്കെ, ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഇല്ല ഗൈസ്. ഇതെന്താണ്? അമ്മേ, എടാ ഇതെന്താണ്? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാതെ ഗെയിം എന്തോ ബഗ്ഗായാണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മളെ കൊണ്ട് എവിടെയോ പൂട്ടിയിടും മിക്കവാറും. ഫ്രീസറിൻ്റെ രാജ്യമാണ്. ഫ്രീസറിൻ്റെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വീടാണെന്ന് തോന്നുന്നു ഗൈസ്. മൊത്തം ഫ്രിഡ്ജ്, എത്ര ഫ്രിഡ്ജുണ്ട്? ഒരു ഫ്രിഡ്ജ് നമ്പർ 2, 3, 4, 5, 6, 6 ഫ്രിഡ്ജുണ്ട് ഗൈസ് ഇവിടെ. ഇതിൻ്റെ അത്യാവശ്യം ഒന്നുമില്ല. ഓക്കെ, നമ്മൾ പിന്നെ ഇവിടെ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആവും? എന്താണ് ഇവിടെ? പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ഫയർ അലാണ്, ഫയർ എക്സ്റ്റിംഗ്വിഷറിനകത്ത് ഗ്ലാസ് അടിച്ച് പൊട്ടിക്കാം. ഇതെന്താണ്? ഇലക്ട്രിക് ഫാൻ. ഓക്കെ, ഇതെല്ലാം ഞങ്ങൾ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്, വലിച്ച് കീറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് പോയി നമ്മൾ അടുത്തൊരു സാധനം എടുത്തിട്ട് വരാം. ഐസ്ക്രീം പിടിക്കാതെ നമുക്ക് പരമാവധി സൂക്ഷിക്കണം ഗൈസ്, കാരണം ഇത് കുറേ കളിക്കുന്നുണ്ട്. നമുക്ക് കണ്ടക്റ്റീവ് ഫ്ലൂയിഡ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മൈക്കിൻ്റെ ഗണ്ണ് ശരിയാക്കാൻ ആവശ്യമുള്ളതാണ്. ഇതുവഴി കയറാം ഗൈസ്. ഇവിടെയാണ് നമ്മുടെ മൈക്കിൻ്റെ ഗണ്ണ് വയ്ക്കേണ്ടത്. നമുക്ക് ഗണ്ണ് പോയി എടുത്തിട്ട് വരാം. ഓക്കെ, ഞാൻ പോയി മിസ്സായിട്ടുണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് പരിപാടിയുണ്ട്. കയറണോ? അതെന്താണ് ഇറങ്ങിയത്? റോഡ് ഇങ്ങനെ കൊണ്ട് ചിരിച്ചോണ്ടിരിക്കുന്നു. മൈക്ക് എന്നെ കൊണ്ടൊരു പറ്റിയെന്ന് തോന്നുന്നുണ്ട്. മൈക്ക് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീ നിൻ്റെ പണി ആ നേരം കൊണ്ട് സെറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ നമ്മുടെ ഗണ്ണ് എടുത്തിട്ടുണ്ട്. ഗണ്ണ് കൊണ്ട് നമുക്ക് നേരെ അവിടെ കൊണ്ട് വയ്ക്കാം. പിന്നെ നമുക്ക് നമ്മുടെ സൂപ്പർ സ്റ്റിക്കി ഗണ്ണും കൂടെ വേണം. ഒന്ന് അലാം അടിച്ച എന്നിട്ട് നമ്മുടെ ഈ കണ്ടക്റ്റീവ് ഫ്ലൂയിഡ് വേണം. നമുക്ക് ഇതൊരു കറങ്ങി പോകണം. നമുക്ക് നേരെ നമ്മുടെ റൂമിലോട്ട് കയറാം. മിക്കവാറും ഇപ്പോൾ റോഡ് കുറ്റിയും പറിച്ചുകൊണ്ട് വരും. റോഡ് സൗണ്ട് കേൾക്കാൻ തെറ്റിയായി. റോഡ് പറഞ്ഞു വന്നു. ഇനി നമുക്ക് ലിസിലോട്ട് അങ്ങോട്ട് പറഞ്ഞിടാം. ഇപ്പോൾ റോഡ് വഹിക്കുന്ന സ്ഥലത്തോട്ട് നിൽക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാം. നമുക്ക് പറ്റിയ സമയമാണ്. നമുക്ക് കുറച്ച് സാധനം ഇവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ചെടുക്കാറുണ്ട്. നമുക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ഒരു സാധനം വേണം ഗൈസ്. ഇതെന്താണ്? എൻ്റെ എക്സ്പെരിമെൻറ്റിനെ പറ്റി പറയുകയാണ് ഗൈസ്. മാജിക്കൽ
എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ടത്. പിപ്പിറ്റ്. അമ്മേ, ആരെങ്കിലും റോഡിൽ കണ്ട? ഞാൻ കണ്ടു ഗൈസ്. റോഡ് തന്നെയാണ് ഇത്. റോഡാണെന്നാണ് തോന്നുന്നത്. നമുക്ക് നേരെ മൈക്കാണ് ഗൈസ്. എന്നിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വരാം. നമുക്ക് നമ്മുടെ കണ്ടക്റ്റീവ് ഫ്ലൂയിഡൊക്കെ എടുത്ത് അവിടെ വെക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ടക്റ്റീവ് ഫ്ലൂയിഡും കൂടെ എടുത്ത് ഇവിടെ വയ്ക്കാം. നമ്മുടെ ഗണ്ണിപ്പോൾ റെഡിയാവും. കുറച്ചധികം ഉണ്ടെങ്കിൽ ഗൈസ് നമുക്ക് 3 ഉണ്ടേ ആവശ്യമുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ അന്ന് ഇതെന്താ ഡോറൊക്കെ വലിച്ചടയ്ക്കുന്നത് വീടിൻ്റെ അകത്താറുണ്ട്. അവന്മാരെ കൊണ്ട് വലിയ ശല്യമല്ലോ ഗൈസ്. ഓക്കെ, ഇവിടെ എവിടെയോ ഒരു ഇതുണ്ട്. ഓക്കെ, ഇതിലോട്ട് നമ്മളൊരു വെടിയിക്കണം. പൊട്ടിച്ചിട്ടുണ്ട്. അത് ഇങ്ങോട്ട് ഇപ്പോൾ മൊത്തത്തിൽ കെട്ടി വന്നിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇതും നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. നമുക്ക് ആ ഹാംസ്റ്ററിൻ്റെ വലുതാക്കാൻ വേണ്ടി നമുക്ക് നേരെ പോയി നമ്മുടെ ഇത് ഇവിടെ കിടക്കട്ടെ ഗൈസ്. നമുക്ക് ലിസിനോട് ഇത് ആവശ്യമുണ്ട് ഗൈസ്. ലിസിന് ഇവിടെ ഒരു ഫ്യൂസൊക്കെ വെച്ച് തുറക്കേണ്ട റൂമുണ്ടല്ലോ ഗൈസ്, അതിന് ഇത് ആവശ്യം വരും. നമുക്ക് റോബോട്ടിനെ ഒന്ന് സെറ്റ് ചെയ്യണം. അതിനും നമുക്ക് ഗണ്ണ് ആവശ്യമുണ്ട്. നമുക്ക് ലിസ്സാവാം ഗൈസ്. അല്ലേ വേണ്ട, നമുക്ക് മൈക്കായിട്ട് തന്നെ നമുക്ക് കുറച്ച് ഓയിൽ വേണം ഗൈസ്. എന്നിട്ട് നമുക്ക് റോബോട്ടിനെ ആദ്യം ശരിയാക്കാം. ഇവിടെ എവിടെയല്ലേ ഇവിടെ ഓയിൽ ഉണ്ടായിരുന്നത്? ഇവിടെ തന്നെ ഗൈസ്. ഓയിൽ ഇവിടെയാണ്. ഓയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ കൊണ്ടുപോയി ആ റോബോട്ടിന് എനിക്കൊരു സംശയം ഗൈസ്. അയ്യോ, അത് പണിയായി. ഓക്കെ, പണിയായി ഗൈസ്. ഇത് ആവശ്യമുള്ള ഒരു പരിപാടിയാണ്. എന്നാലും നമുക്ക് ഇതെങ്ങനെയും കൊണ്ട് നമുക്ക് ആ റോബോട്ടിനെ ഒഴിച്ചു കൊടുക്കാം ഗൈസ്. എൻ്റെ സംശയം അതല്ല ഗൈസ്, ഈ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തായാലും ഈ റോബോട്ട്സിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുമല്ലോ ഗൈസ്. ആവശ്യം വരുമല്ലോ. അത് ആരൊഴിച്ചു കൊടുക്കും? റോഡ് ഒഴിച്ചു കൊടുക്കുമോ? എന്തെങ്കിലും ആവട്ടെ ഗൈസ്. നമുക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കൊണ്ട് നമ്മുടെ ലിസ്റ്റിന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്തൊരു സാധനം കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ നമ്മുടെ ഫീസ്റ്റിന് കുറച്ച് കറണ്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ വാതിൻ്റെ തുറക്കുള്ളത് നമുക്ക് ഈ ഗണ്ണുണ്ട്. നമുക്ക് മൈക്കിനോട് കൊടുക്കാം. മൈക്കിന് കുറച്ച് ആവശ്യമുണ്ട് ഗൈസ്. ഇത് വെച്ചിട്ട് ഓക്കെ, മൈക്കിൻ്റെ ഇങ്ങോട്ട് വയ്ക്കാം നമുക്ക് ഈ ഗണ്ണ്. എന്നിട്ട് നമുക്ക് മൈക്കാവാം ഗൈസ്. എന്നിട്ട് നമുക്ക് ആ റോബോട്ടിനോട്ട് ഷോക്ക് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഗണ്ണ് എടുത്തിട്ടുണ്ട്. നമ്മൾ പയ്യെ ഇറങ്ങുന്നുണ്ട് ഗൈസ്. റോഡൊന്നും ഇവിടെ കാണല്ലേ എന്നാണ് എൻ്റെ ഒരു ഇത്. അത് റോഡല്ലേ ഇപ്പോൾ അകത്തൂടെ പോയത്. ഓക്കെ, നമുക്കിവിടെ പോയി മിനി റോഡിന് ഷോക്ക് കൊടുക്കാം ഗൈസ്. സാധാരണ നമുക്കാണ് ഗൈസ് മിനി റോഡ് ഷോക്ക് തരാറ്. ഇപ്രാവശ്യം നമുക്ക് കൊടുക്കാം ഗൈസ്. കണ്ണിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഗൈസ് നമ്മൾ ഷോക്ക്. ഓക്കെ, കുറച്ചും കൂടെ ഉണ്ട കിട്ടിയിരുന്നെങ്കിലോ. അവിടെ ഐസ്ക്രീം വാങ്ങി ഗൈസ്. അയ്യോ, ഓടിക്കോ, കണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നമ്മളെ കണ്ടു വരുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത പണി സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് പ്രോട്ടീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് റോഡിൻ്റെ സൗണ്ടൊക്കെ നല്ലപോലെ കേൾക്കുന്നുണ്ട്. റോഡ് വന്നാൽ തൊട്ട് സൗണ്ട് നിന്ന് മിക്കവാറും അവിടെ 2 സെക്കൻഡ് കൂടെ നീങ്ങുന്ന ആകുമ്പോഴേക്കും നമ്മൾ ഒന്ന് വെച്ചു ഗൈസ്. ഓക്കെ, റോഡൊന്ന് പോട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഹാംസ്റ്ററിനുള്ള പണി സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ഫോർമുലയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. കാരണം ഇത് കുറേ നേരം ഞാൻ ഇതിൻ്റെ പുറകെ നിന്ന്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന് കാണാം. ഓക്കെ, ഇവിടെ ഇടയിൽ കൂടെ എന്നെ പിടിച്ച് ഗൈസ്. നമ്മുടെ ലാസ്റ്റ് ലൈഫാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇനിയും ബാക്കി നമ്മുടെ ഹാംസ്റ്റർ കുറേ നേരം ഗൈസ് അവൻ പണി ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ പോയി അവനെ ഒരു പണി കൊടുക്കണം ഗൈസ്. പണി ഒപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല ഗൈസ്, കാരണം അവനെ നമുക്ക് വലുതാക്കണം. അവൻ വലുതാവണില്ല ഗൈസ്. ആ ഫോർമുല തെറ്റാണ് ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ അത് പോയി ഒന്ന് റെഡിയാക്കണം. ഫൈനലി ഗൈസ് ഇത് കുറേ നേരമായിട്ട് ഇവനെ കുത്തി വെക്കുകയാണ് ഗൈസ്. ഹാംസ്റ്റർ ചത്തു പോകണം അല്ലാതെ. ഓക്കെ, ഇത് വർക്കായി ഗൈസ്. നമ്മുടെ ഹാംസ്റ്റർ
എന്ത് ക്യൂട്ടല്ലേ ഇത്. അപ്പോൾ ഭയങ്കര ക്യൂട്ടല്ലേ ഇത്. നമുക്ക് ഇതിൻ്റെ അകത്ത് വിടുമ്പോൾ തന്നെ നമ്മുടെ പണി ഏറെക്കുറെ സെറ്റാവും. പിന്നെ നമുക്ക് നമ്മുടെ മറ്റേ മിനി റോഡിനെ അതോ റോഡ് പോകണം ഗൈസ്. നമുക്ക് പെട്ടെന്ന് പോയി നമ്മുടെ പണി സെറ്റ് ചെയ്യാം. നമുക്ക് മിനി റോഡിനെ നമുക്ക് ഒരു സ്ഥലമുണ്ട് ഗൈസ്, അവിടെ കൊണ്ട് നിർത്തണം. അവന് കുറച്ച് പ്രോഗ്രാമൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഈ മിനി റോഡിനെ ഇറക്കി വിടാണ്ട്. അതിൻ്റെ വഴി ഭയങ്കര ചെറുതാണ്, നമുക്കതിൽ പോകാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ മിനി റോഡിൻ്റെ അടുത്തോട്ട് പോവാം. ഓക്കെ, ഇത് ഈ ടി വിക്ക് എന്ത് പറ്റി? കമ്പ്യൂട്ടർ വർക്കാവില്ല ഗൈസ്. നമുക്ക് പയ്യെ സെറ്റ് ചെയ്യാം. റൈറ്റിലോട്ട് പോയിട്ട് മുകളിൽ. ഓക്കെ തന്നെയല്ലോ, റൈറ്റ് പോകണം. ഓക്കെ, മുകളിലോട്ട് പോകണം. എന്നിട്ട് ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, ലെഫ്റ്റ് തന്നെയാണ് ഗൈസ്. പിന്നെ ഒരു വട്ടം കൂടെ ടോപ്പിലോട്ട് പോകണം. തന്നെ ഗൈസ്, കറക്റ്റ് തന്നെ ഗൈസ്. ഇതുവരെ ചെയ്തെല്ലാം കറക്റ്റാണ് ഗൈസ്. പിന്നെ ടോപ്പിലോട്ട് പോയിട്ട് നമുക്ക് പിന്നെയും ലെഫ്റ്റിലോട്ടൊന്ന് പോകണം. ഓക്കെ, സെറ്റ്. നമ്മൾ പ്രോഗ്രാം സേവ് ചെയ്യുന്നുണ്ട് ഗൈസ്. സേവ് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് മിനി റോഡിന് എടുക്കാം, നമുക്ക് അവിടെ കൊണ്ടുപോയി വയ്ക്കാം. കേസ് അപ്പോൾ മിനി റോഡിൽ വെച്ചിട്ടുണ്ട്. അതിന് എപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് ആർക്കറിയാം ഗൈസ്. പെട്ടെന്ന് പോടാൻ പയ്യാണ് പോകുന്നത്. മിക്കവാറും നമ്മുടെ റോഡ് ഇപ്പോൾ തുള്ളിച്ചാടി വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, മെഷീൻ്റെ അകത്തൊക്കെ കയറി പോകുന്നു. ഇവിടെ ഒരു മിനി റോഡ് സാധാരണ കാണും ഗൈസ്. മിക്കവാറും ഇപ്പോൾ അവനും വരും. എല്ലാവരും വന്ന് എനിക്കിപ്പോൾ പണിയാക്കി തരും ഗൈസ് മിക്കവാറും. ഓക്കെ, അവിടെ തന്നെ നേരെ പോ, അല്ല മുകളിലോട്ട് പോ, ലെഫ്റ്റിലോട്ട് പോ. എടാ പോടാ. അയ്യോ, അതോ മിനി റോഡ് പറഞ്ഞു. ഓക്കെ, നമ്മൾ വഴിയൊക്കെ സെറ്റായിട്ടുണ്ടോ? ഓക്കെ, എക്സിറ്റ് എല്ലാവിടെയും അൺലോക്ക് ആയിട്ടുണ്ട്. നമുക്കിത് നേരെ രക്ഷപ്പെട്ടാൽ മാത്രം മതി. സൗണ്ടൊക്കെ കേൾക്കുന്നു ഈ സൗണ്ടൊക്കെ കേൾക്കുന്നു. ഓക്കെ, മ്യൂസിക് ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലിസൺ ആദ്യം നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ സഹായിക്കാം ഗൈസ്. ഓക്കെ, ലിസൺ നമുക്ക് എസ്കേപ്പ് ചെയ്യാണ്ട് അതിൻ്റെ സ്ഥലത്ത് കൊണ്ട് നിർത്താം. എന്നിട്ട് നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ വാതിൽ തുറന്നിട്ടുണ്ട്. നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ മുമ്പ് മൈക്കിനിട്ട് ഡോറ് തുറന്നു കൊടുക്കാൻ അവനല്ലേ തുറക്കേണ്ടത്. ഓക്കെ, നമുക്കപ്പോൾ നേരെ പോയി മൈക്കിനെ ഹെൽപ്പ് ചെയ്യാം ഗൈസ്. മൈക്ക് ഓക്കെ, ഗണ്ണിലുണ്ടല്ല ഗൈസ്, അല്ലെങ്കിൽ ഐസ്ക്രീം എന്നെ ഒന്ന് കൊടുക്കാൻ പറ്റുന്നു ഗൈസ്. ഇരിക്കണമതി. ഓക്കെ, ഞാൻ ഒരു വട്ടം കൂടെ ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മളിതിൽ ലാസ്റ്റത്തെ ഫൈനൽ എസ്കേപ്പ് ആവാനുള്ള സ്ഥലത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ലാസ്റ്റത്തെ ട്രൈ അല്ല ഗൈസ്, ഞാൻ ഇത് ഒന്നേന്ന് കളിച്ചാണ്. നമ്മൾ ശരിക്കും ഇപ്പോൾ നടന്നതെന്ന് വെച്ചാൽ മൈക്ക് ഈ തുറന്ന് പറയാൻ പോവുകയായിരുന്നു ഗൈസ്. നമുക്ക് ലിസിന് ഇഷ്ടമുണ്ടെന്ന്. പക്ഷേ ലിസ് അതിന് മുമ്പേ ചാടി ഗൈസ്. ഇവരെല്ലാം എല്ലാവരും അവിടെ തന്നെ വന്നിരിക്കുകയാണ് ഗൈസ്. എൻ്റെ സംശയം എന്താണെന്ന് അറിയാമോ ഗൈസ്, നമ്മൾ മിക്കവാറും പണിയാക്കും. റോഡവൻ്റെ പിറകെ ഓടെയാണ് ഗൈസ്. നമ്മുടെ ഞാൻ പറഞ്ഞു ആദ്യം നമ്മളൊരു ട്യൂബ് വഴി ഇറങ്ങി താഴോട്ട് പോയി. എന്നിട്ട് നമ്മൾ ലിസ് ചെയ്യുന്ന സ്ഥലത്തോട്ട് എത്തി. അവിടെ നിന്ന് നമ്മൾ പിന്നെയും താഴോട്ട് പോയി. അവിടെ നിന്ന് എസ്കേപ്പ് ആയി താഴോട്ട് വന്നപ്പം ഇതിൻ്റെ മുകളിലത്തെ വലിയ വെച്ച് വന്നു. അതെങ്ങനെയാണ് ലോജിക്ക് ശരിയാണ്. ഇതിൽ പിന്നെ വേറൊരു ലാസ്റ്റത്തെ ഇൻട്രോ കൂടെ ഉണ്ട് ഗൈസ്, അതും കൂടെ നമുക്ക് കാണാം. ഓക്കെ, നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ബാക്കിലോട്ട് ഇങ്ങനെ വരെയാണ് ഗൈസ്. ഇതെന്താണ് ഇവൻ പല്ലൊക്കെ രണ്ട് പല്ലില്ല ഗൈസ്, 3 പല്ലില്ല. മിസ്റ്റർ നല്ല ഫൈനലി. ഓക്കെ, റോഡിൻ്റെ അമ്മ അതായത് ഇവളിനെ വന്നിരിക്കുകയാണ് ഗൈസ്.